ചേലക്കര സ്കൂളിൽ നിന്ന് ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ലിജോ, ആ സ്കൂൾ മുറ്റത്ത് വെച്ചാണ് ആ ദാരുണ സംഭവം, ആ അപകടമുണ്ടാകുന്നത്. അവിടെ കളിച്ചുല്ലസിക്കുന്നതിനിടെയാണ് ഇതിന്റെ ജീവനെടുത്ത ആ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ ആ സ്കൂൾ മുറ്റത്തേക്ക് ഇതിനൊരിക്കൽ കൂടി എത്തുകയാണ്, ചേതനയേറ്റ ശരീരമായി എത്തുന്നു എന്നതാണ് പറയേണ്ടത്. അവിടെ എങ്ങനെയാണ് അന്തരീക്ഷം? പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ മിഥുൻ്റെ മൃതദേഹം സ്കൂളിലേക്ക് അധികം വൈകാതെ, അതായത് ആശുപത്രിയിൽ നിന്നും ഏകദേശം 10 മിനിറ്റ് മാത്രമായിരിക്കും അവർ വിലാപയാത്രയായി ഇവിടേക്ക് എത്താനെടുക്കുന്ന ഒരു സമയം. ചിലപ്പോൾ ഇത്രയും ആളുകളും തിരക്കുമുള്ളത് കൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റ് എടുക്കാം. വരുന്ന വഴിയിൽ ആളുകൾക്ക് ഒരുപക്ഷെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമായിരിക്കും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിക്കുക. ഇവിടെ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും അധ്യാപകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ആ മൃതദേഹം ഇവിടെ സ്വീകരിച്ച് ഇപ്പോൾ ഈ ഒരു പന്തലിലാണ്, പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു പന്തലിലാണ് മൃതദേഹം കൊണ്ടുവയ്ക്കുകയും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ തന്നെ, അതായത് സ്കൂളിലെ ജീവനക്കാർ, ഒപ്പം തന്നെ അധ്യാപകർ, ഈ സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, സഹപാഠികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തവണ നേരത്തെ ചോദിച്ചപ്പോൾ ഇത്തവണ NCCയിൽ എൻറോൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ മിഥുൻ എന്ന് പറയുന്നത്. NCC കേഡറ്റുകളായിട്ടുള്ള ആളുകൾ, നിരവധി വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾക്ക് അടുത്തറിയുന്ന ഒരാളല്ലേ? അതെ അതെ, വളരെ അടുത്തറിയാവുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ചോറൊക്കെ ഇടയ്ക്ക് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു നല്ല കുട്ടിയായിരുന്നു അവൻ. പക്ഷേ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. വലിയ ആഗ്രഹത്തോടെ ഇത്തവണ NCCക്ക് എൻറോൾ ചെയ്യാൻ ചെയ്തു എന്ന് തോന്നുന്നു. അവൻ NCCക്ക് ചെയ്തു. പിന്നെ ഫുട്ബോൾ സെലക്ഷനും എല്ലാം കിട്ടിയായിരുന്നു. അവൻ പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മളാരും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന്. പാട്ടൊക്കെ പാടുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടാറുണ്ടോ? ഞാൻ സബ് ജില്ലയിലൊക്കെ ഫസ്റ്റ് ഇട്ടാറുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഗ്രൗണ്ടിലൊക്കെ രാവിലെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പതിവാണ്? ടീച്ചർമാർ ഓട്ടിക്കും, പക്ഷേ നമ്മൾ ഫണ്ടിന് വേണ്ടി ജസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ടീച്ചർമാർ ആ സമയത്തേക്ക് അവർ ബാക്കിയുള്ള കുട്ടികളെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇത് പെട്ടെന്നുള്ള ഒരു ഇതായതുകൊണ്ട് ആർക്കും പരിഗണിക്കാൻ പറ്റിയില്ല. അതായത് ഇവർ ഒരുമിച്ചാണ്, ഈ മോനൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അവരിന് ആ ഒരു സങ്കടം അവർക്കും സഹിക്കാൻ കഴിയുന്നില്ല. ആ ദിവസവും സാധാരണയായിട്ട് നേരത്തെ എത്തുന്ന കുട്ടികൾ ആ ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ കളിച്ചിട്ടൊക്കെയാണ് മറ്റേ ക്ലാസ്സിലൊക്കെ കയറുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ വലിയ ആഗ്രഹത്തോടു കൂടെയാണ് NCC കേഡറ്റ് ആകണമെന്ന ആഗ്രഹത്തോടു കൂടെ ഇത്തവണ അതിനൊരു എൻറോൾ ചെയ്തു. ഒപ്പം തന്നെ ഫുട്ബോൾ സെലക്ഷൻ ഉൾപ്പെടെ നേടുകയും ചെയ്തു എന്നുള്ള മനസ്സിലാകും. അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടായിരുന്നു ഇതിനിവിടേക്ക് എത്തിയത്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഒരു പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുന്നു. ആ സ്കൂളിന് ആശുപത്രിക്ക് പുറത്ത് തന്നെ വൈകാരികമായ രംഗങ്ങളായിരുന്നു. ഇനി ആ സ്കൂളിലേക്ക് എത്തുമ്പോൾ, അതായത് സഹപാഠികളായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കൊന്ന് കണ്ണ് വിതുമ്പാതെ ഒന്നും തന്നെ പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലാവരോടും സ്നേഹത്തോടും കളിച്ച് ചിരിച്ച് അത്തരത്തിൽ നടക്കുന്ന, പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ നടക്കുന്ന ഒരു മിടുക്കനായിട്ടുള്ളൊരു കുട്ടി. സബ് ജില്ലയിലൊക്കെ മത്സരിക്കാൻ ഉൾപ്പെടെ പോയിരുന്ന ഒരു കുട്ടി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അടുത്തറിയുന്ന സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് പലർക്കും മിഥുൻ ഏത് ക്ലാസ് മുതലാണ് ഇവിടെ പഠിക്കുന്നത്? മിഥുൻ 8ാം ക്ലാസ്സിലാണ് ഇവിടെ വന്നത്. ഈ വർഷമാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു 2 മാസം കൊണ്ട് വലിയൊരു സൗഹൃദ വലയം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിഥുനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കൊച്ചു ബാലൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നിന്നുള്ള ഒരു സവിശേഷത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും ഈ അധ്യാപകർ, ഇവിടെ ആളുകൾ കൂടിക്കൂടി വരികയാണ്. അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല, ഇവരുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് കൂടുതലായി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂളിനടുത്ത് താമസിക്കുന്ന മറ്റാളുകൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ വൈകാരികമായ ഒരു രംഗങ്ങൾക്ക് തന്നെയാകും സ്കൂളും സാക്ഷ്യം വഹിക്കുക. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്തിമോപചാരം അർപ്പിക്കുന്നതും ഇവിടെ ഒന്നായിരിക്കും. 2 വഴികൾ, അതായത് ആളുകൾക്ക് കയറി ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ പോകാനായിട്ട് 2 വഴികളിലൂടെയാണ് ഇവിടെ ആളുകളെ കയറ്റിവിടുന്നതിനുള്ള ഒരു ക്രമീകരണം വയ്ക്കുക. ഈ നടുഭാഗത്തായിട്ടായിരിക്കും ആ മൊബൈൽ മോർച്ചറിയിൽ കൊണ്ടുവരുന്ന മിഥുൻ്റെ മൃതദേഹം വയ്ക്കുക. ഒപ്പം തന്നെ ആദ്യം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദരാഞ്ജലി അർപ്പിക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും മറ്റുള്ളവർക്ക് ഇവിടേക്ക് വരാനും അത് അന്തിമോപചാരം അർപ്പിക്കാനൊക്കെ ഉള്ള ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അധ്യാപകർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഥമാധ്യാപകർക്കെതിരെ നടപടിയെടുത്ത് അവരിപ്പോഴും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അതായത് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല. ആ ഒരു ഷോക്കിൽ നിന്നും ഇതുവരെയും മുക്തയാകാനായിട്ട് അധ്യാപകർക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ആ മിഥുനെ രക്ഷിച്ച അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അവർക്കൊന്നും തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത
പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ലേ 2 ദിവസം മുന്നേ രാവിലെ നടന്നത്? അപ്രതീക്ഷിതം. പക്ഷെ എന്നിരുന്നാലും ശരി, അത് എന്താണ് അതിനെ പറയുന്നത്, ഒരു ഇത്രയും ആരാണ് ആ സമയത്ത് അവിടെ? ഞാൻ ഉണ്ടായിരുന്നു. ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ദുഃഖകരമായൊരു സംഭവമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അപ്പം ഇങ്ങനെ പറഞ്ഞ് പറ്റിപ്പോയി. നമ്മുടെ അനാസ്ഥ കൊണ്ടോ അധ്യാപക അശ്രദ്ധ കൊണ്ടോ ഒന്നുമല്ല പറ്റിയത്. നമ്മൾ ഇത്രയും 1917 തുടങ്ങിയ സ്കൂളാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ പഴക്കമുണ്ട് ഇങ്ങനെ സംഭവത്തിൽ ചരിത്രത്തിൽ ആദ്യമുള്ള സംഭവമാണ്. ഈ മിഥുനെ കുറിച്ച് കൂട്ടുകാരത്തി വയ്ക്കാം, ഈ വർഷമാണ് വന്നതെങ്കിൽ പോലും വലിയൊരു സുഹൃത്ത് വലയുണ്ട് ഇവിടെ. ഉണ്ട്, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ എല്ലാത്തിനും ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു മിഥുൻ. പക്ഷേ ഫുട്ബോൾ ഇപ്പോൾ സെലക്ഷൻ കഴിഞ്ഞ ദിവസം നടന്നതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു. പക്ഷേ എന്ത് ദൗർഭാഗ്യവശാൽ ഇങ്ങനെ സംഭവം ഉണ്ടായി. പക്ഷേ ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഇത്രയും മുകളിൽ കയറി ഒരു ആപത്തുണ്ടായി. അന്നേരം ഞാനെന്നായി നിൽക്കുന്ന അധ്യാപകനും എല്ലാവരുമാണ് അവിടെ നിന്ന് എടുത്ത് അത് ബെഞ്ച് വെച്ചാണ് തട്ടിയിട്ടത്. അന്നേരം സാഹചര്യം വന്നു വെച്ചാൽ മേളിൽ കയറുന്ന പ്രതീക്ഷ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. ഇത്രയും കുട്ടികൾ ആദ്യമായിട്ടാണ് 2 ഡെസ്കും മേളിയിട്ടാണ് കയറിയത്. നമുക്ക് സങ്കടപരമായൊരു കാര്യമാണ്. നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നുമെല്ലാം ആ കുട്ടിയുടെ വീട്ടിൽ പോയായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ സാഹചര്യം വന്നതുകൊണ്ട് നമുക്ക് വളരെ ദുഃഖകരമാണ്. ഞങ്ങൾ അധ്യാപകരുൾപ്പെടെ 3 ദിവസമായിട്ട് നിങ്ങളിവിടെ ഉണ്ടല്ലോ. ഈ അധ്യാപകർക്കൊക്കെ തന്നെ അതായത് ഈ അധ്യാപകനാണ് ആ കുഞ്ഞിനെ അവിടെ കയറി, ഈ അധ്യാപകനും ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് അവിടെ കയറി എടുക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ കിടക്കുന്ന അവസരത്തിലെടുത്ത് തോളിലേക്കിട്ട് ഒരു സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോടുന്നത് കണക്കാണ് ഇവർ ആശുപത്രിയിലേക്ക് പോയത്. പക്ഷേ ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് വഴിവെക്കുമെന്ന് ഇവരാരും തന്നെ കരുതിയില്ല. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് ഏവരും പറയുന്നതും ഏറ്റവും വേദനപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അധികം വൈകാതെ ഇവിടേക്ക് മിഥുൻ്റെ മൃതദേഹം എത്തും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ കൂടി നിൽക്കുന്ന മറ്റാളുകളെയൊക്കെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റുകയും മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ ഇവിടേക്ക് ആ മൊബൈൽ മോർച്ചറി എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ വർഷം 8ാം ക്ലാസ്സിൽ ഈ വർഷം വന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളോടൊക്കെ ഇടപെടുന്നതും അവരോടൊക്കെ ഒരു സ്നേഹം പങ്കിടുന്നതും വെച്ചുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കാനും തൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് മിഥുന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശരി. അതായത് മിഥുൻ നല്ല മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മിഥുന് ഫുട്ബോളിൽ കളിച്ച് അത് ജില്ലാ സ്റ്റേറ്റിലേക്കൊക്കെ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പ്രകാരം ഒരു സെലക്ഷൻ ട്രയൽസ് 2 ദിവസം മുന്നേ സ്കൂളിൽ നടക്കുന്നു. അതിൽ സെലക്ഷൻ കിട്ടി അടുത്ത രംഗത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വലിയ സ്വപ്നം. ഒപ്പം തന്നെ ഈ മിഥുന് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ NCCയിലൊക്കെ ചേരണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് അതൊക്കെയുള്ള ഒരു സ്കൂളിലേക്ക് വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ NCCക്കും എൻറോൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൻ്റെ 2 വലിയ സ്വപ്നങ്ങൾ ഈ മിഥുന് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കി വെച്ചാണ് മിഥുൻ യാത്രയാകുന്നത്. 1 വർഷമേ ആയുള്ളൂ ആ സ്കൂളിൽ ചേർന്നിട്ട്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. ആ സ്കൂളിലെ ആ തകര ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാകുന്നത്. ആരും കരുതിയിരുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി ആ സൈക്കിൾ ഷെഡും അതിനു മുകളിൽ ഞാന്ന് കിടക്കുന്ന ആ വൈദ്യുതി ലൈനും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു അപകടമുണ്ടാകും, ഒരു കുരുന്നിൻ്റെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് അതൊക്കെ വഴിമാറും എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ അധ്യാപകരെല്ലാം മിഥുനെയും എടുത്ത് ഓടുകയായിരുന്നു ആശുപത്രിയിലേക്ക്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നതായിരുന്നു വസ്തുത. എന്തായാലും അധികം വൈകാതെ തന്നെ മിഥുൻ്റെ മൃതദേഹം അവിടെ സ്കൂളിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് പൊതുദർശനം. മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, യാത്രാമൊഴിയേകാൻ അവിടെ ഏവരും കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.